9 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷാ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ. കുറച്ചുകൂടെ ടഫ് ആക്കുമെന്നൊരു പേടിയുണ്ട്. കാരണം ആദ്യത്തെ കുറച്ച് ഈസി ആയിരുന്നല്ലോ, അപ്പൊ നല്ല ലെവല് കുറച്ച് കൂട്ടി വരുമോന്നൊരു ടെൻഷൻ. ജന്തർ മന്ദറിൽ സമരം തുടർന്ന് CJP. മാസപ്പടി കേസിൽ വീണ ടിയെ വിടാതെ ED. ചോദ്യം ചെയ്യലിന് വീണ്ടും സമൻസ്. 29-ന് ഹാജരാകാൻ നിർദ്ദേശം. നീക്കം നിർണായക രേഖകൾ ലഭിച്ച സാഹചര്യത്തിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തിച്ച കപ്പലിൽ പാക് അനുകൂല പരാമർശം. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് പോലീസ്. കപ്പലുടമ ലണ്ടൻ ആസ്ഥാനമായുള്ള കമ്പനി. ചോദ്യമുനയിൽ 150ഓളം തൊഴിലാളികൾ. താരസംഘടനയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ. നേതൃത്വത്തിനെതിരെ അവിശ്വാസ പ്രമേയവുമായി ഒരു വിഭാഗം. വിവാദങ്ങൾക്കിടെ യോഗത്തിൽ പങ്കെടുത്ത് അൻസിബയും ടിനി ടോമും. അമ്മയിൽ നടക്കുന്നത് നീതി നിഷേധമെന്ന് അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ അന്വേഷണ സംഘം. യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്ത് പോലീസ്. നടപടി അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിൽ. കൊച്ചിയിലെ അവയവ മാഫിയയ്ക്ക് മേൽ പിടിമുറുക്കി ED. ആശുപത്രികളിലെ പരിശോധനയിൽ ലഭിച്ചത് നിയമവിരുദ്ധ ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ. ഓരോ ആശുപത്രിയും ദാതാക്കൾക്ക് നൽകിയത് 5 മുതൽ 15 ലക്ഷം വരെ. KPCCക്ക് പുതിയ അധ്യക്ഷനുടൻ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി VD സതീശൻ. കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യതയേറി. ഏത് സമയത്തും പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറെന്ന് സണ്ണി ജോസഫ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യം. കൊൽക്കത്തയിൽ നേതൃത്വം നൽകി നരേന്ദ്രമോദി. और हथेलियों को बाहर की तरफ घुमाइए. पायलट जी के घुड़िए दिन हथेली तालू और धीरे धीरे श्वास भरते हुए दोनों हाथों को सिर के ऊपर लेके जाइए. മെച്ചപ്പെട്ട ഭാവിക്ക് യോഗ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ദിനാചരണത്തിന് നേതൃത്വം നൽകിയ ആരോഗ്യമന്ത്രി. വിരലുകൾ കോർത്തു വെച്ച് കൈപ്പത്തി തിരിച്ചു വെച്ച് സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് വലിച്ചു പിടിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഉപ്പൂറ്റി ഉയർത്തി കാൽ വിരലിൽ മാത്രമായി നിൽക്കുക. ഇറാൻ അമേരിക്ക നിർണായക ചർച്ച സ്വിറ്റ്സർലൻഡിൽ. ലബനൻ വിഷയം ചർച്ച ചെയ്യാൻ ധാരണ. സൈനിക നടപടി നിർത്താൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ്. ഹോർമുസ് അടച്ചിട്ട് ഇറാൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ട്രസ്റ്റ് പിരിച്ചുവിടാൻ നീക്കം. നടന്നത് ഗുരുതര സാമ്പത്തിക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം. ലോകകപ്പിൽ ആദ്യ ജയം തേടി സ്പെയിൻ. എതിരാളികൾ സൗദി അറേബ്യ. രാത്രി 12:30 ബെൽജിയം ഇറാൻ പോരാട്ടം. ഉറുഗ്വായ് കേപ്പ് വെർഡെ മത്സരം പുലർച്ചെ 3:30.